ഹാരിയ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ഈ പറയുന്ന പോലെ ക്വാണ്ട് റീസണിങ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2023 പേപ്പർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2024 കുറച്ചും കൂടെ ഈസിയാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഡയറക്റ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്മൾ സെറ്റ് എ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 അതാണ് നമ്മുടെ ആദ്യത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വാണ്ട് റീസണിങ് സെക്ഷനിലെ ആദ്യത്തെ ചോദ്യമാണത്. വാട്ട് ഈസ് എ ലീസ്റ്റ് പോസിബിൾ നമ്പർ ഓഫ് കട്ട്സ് റിക്വയർഡ് ടു കട്ട് എ ക്യൂബ് ഇൻറ്റു 64 ഐഡൻറ്റിക്കൽ പീസസ് അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചില ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കീവേഡാണ് ഐഡൻറ്റിക്കൽ. അപ്പോൾ ഒരു ക്യൂബിനെ നമ്മൾ ഐഡൻറ്റിക്കൽ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് വേർട്ടിക്കലി ഒരേപോലെ കട്ട് ചെയ്യണം, വേർട്ടിക്കലി കട്ട് ചെയ്യണം, ഹൊറിസോണ്ടലി കട്ട് ചെയ്യണം, പാരലലി കട്ട് ചെയ്യണം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ക്യൂബിനെ നമ്മൾ ഐഡൻറ്റിക്കൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഐഡൻറ്റിക്കൽ പീസസ് ആയിട്ട് കിട്ടണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? വേർട്ടിക്കലി കട്ട് ചെയ്യണം, ഹൊറിസോണ്ടലി കട്ട് ചെയ്യണം, അതുപോലെ തന്നെ പാരലലി കട്ട് ചെയ്യണം. അതായത് വേർട്ടിക്കലി അല്ലേ, വേർട്ടിക്കലി കട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഹൊറിസോണ്ടലി കട്ട് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ പാരലലി കട്ട് ചെയ്യണം അല്ലേ? സോറി, പാരലലി അല്ല, അഗെയിൻ ദിസ് കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ഫേസിൽ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 3 ഫേസിലും നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് കട്ട്സ് കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടൂ? ഐഡൻറ്റിക്കൽ ക്യൂബ്സ് കിട്ടത്തുള്ളൂ അല്ലേ? 3 ഫേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ നമ്പർ ഓഫ് കട്ട്സ് കൊടുക്കണം. അതായത് എക്സ് നമ്പർ ഓഫ് കട്ട് ആണെങ്കിൽ 3 ഫേസിന് കൂടെ എത്ര കട്ട്സ് വരണം? 3x നമ്പർ ഓഫ് കട്ട്സ് വരണം. അപ്പോൾ 3 × x വിൽ ബി അവർ ആൻസർ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻസിൽ 3x ഈ പറയുന്ന പോലെ 8 ഓപ്ഷൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 3x എന്ന് പറയുന്ന വാല്യൂ, അതായത് 3ൻ്റെ ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ വരേണ്ടത് അല്ലേ? അപ്പോൾ ഓപ്ഷൻസിൽ 2 വാല്യൂസേ ഉള്ളൂ 3ൻ്റെ മൾട്ടിപ്പിൾ. ആരൊക്കെയാണ്? 9ഉം 12ഉം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് ഈ പറയുന്ന പോലെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ആണ്, 9 ആയിരിക്കാം 12 ആയിരിക്കാം ആൻസർ. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. 3x = 12 എന്ന് പറയുമ്പോൾ x = എത്രയാണ്? 4. അതായത് ഒരു സൈഡിൽ 4 കട്ട്സ് ചെയ്യണം എന്നാണ് പറയുന്നത് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കൊരു ക്യൂബ് വരച്ചിട്ട് 4 കട്ട് ചെയ്ത് നോക്കാം ഒരു സൈഡിൽ അല്ലേ? ഒരു സൈഡിൽ 4 കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? ഒന്ന് നോക്കിക്കേ. അതായത് ഫസ്റ്റ് കട്ട്, ഓക്കെ, ഫസ്റ്റ് കട്ട്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. എന്നിട്ട് പാരലലി അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു സൈഡിൽ ഈ പറയുന്ന പോലെ 4 കട്ട് ചെയ്തപ്പോൾ വി ക്യാൻ സീ ദാറ്റ് വി ആർ ഗെറ്റിംഗ് 5 ക്യൂബ്സ് അല്ലേ? 1, 2, 3, 4, 5. എക്സാക്ട് ക്യൂബായിട്ടൊന്നുമില്ല, നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചെന്നേ ഉള്ളൂ. എക്സാക്ട് ക്യൂബൊന്നുമില്ല, ബട്ട് കൺസിഡർ ദിസ് എസ് എ ക്യൂബ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 5 ക്യൂബ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വേർട്ടിക്കലി ഹൊറിസോണ്ടലി ഒക്കെ നിങ്ങൾക്ക് 5 ക്യൂബ്സ് ആണ് കിട്ടുന്നത്. നമുക്കറിയാം ഇവിടെ 5 ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 5 ഡിവിഷൻസ് വരികയാണെങ്കിൽ എത്ര ക്യൂബ്സ് നമുക്ക് കിട്ടും? അതായത് ഇഫ് യു ഹാവ് n നമ്പർ ഓഫ് ഡിവിഷൻസ് ദെൻ ദി ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് വിൽ ബി വാട്ട്? n ക്യൂബ് ക്യൂബ്സ് കിട്ടും അല്ലേ? അതായത് 5 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് എന്തായിരിക്കും? 5 ക്യൂബ്, ദാറ്റ് ഈസ് 125. അപ്പോൾ 5 ഡിവിഷൻസ് വരുമ്പോൾ 125 ക്യൂബ്സ് ആണ് കിട്ടേണ്ടത്. നമുക്കിവിടെ എത്ര ഐഡൻറ്റിക്കൽ ക്യൂബ്സ് ആണ്? 64 ഐഡൻറ്റിക്കൽ ക്യൂബ്സ് ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? 12 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, വിച്ച് ഇസ് 9 അല്ലേ? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഒരു ക്യൂബിനെ അല്ലെങ്കിൽ ഒരു ഫിഗർ, എക്സ്പെഷ്യലി ക്യൂബിനെ നമ്മൾ ഐഡൻറ്റിക്കൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ വേർട്ടിക്കലി ഡിവൈഡ് ചെയ്യണം, ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ പാരലലി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ നമ്പർ ഓഫ് കട്ട്സ് ആയിരിക്കണം ഓരോ പൊസിഷനിലും. ഓക്കെ, ഓരോ ഫേസിലും വേർട്ടിക്കലി ഈക്വൽ നമ്പർ ഓഫ് കട്ട്സ് ആയിരിക്കണം, ഹൊറിസോണ്ടലി ഈക്വൽ നമ്പർ ഓഫ് കട്ട്സ് ആയിരിക്കണം, പാരലലി ഈക്വൽ നമ്പർ ഓഫ് കട്ട്സ് ആയിരിക്കണം. അതായത് മൊത്തവും
ഈ പറയുന്ന പോലെ 3x നമ്പർ ഓഫ് കട്ട്സ് ഉണ്ടായിരിക്കണം. എക്സ് എന്ന് പറയുന്നത് ഓരോ ഫേസിലും അടിക്കേണ്ട കട്ട്സ്, അതായത് വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ പാരലലി. അപ്പോൾ 3x ആയിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കട്ട്സ്. അപ്പോൾ ഇവിടെ 3x വരുന്നത് എന്താണ്? 9ഉം 12ഉം ആയിരിക്കും വരേണ്ടത്. പക്ഷെ ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തു 12 ഒരിക്കലും വരില്ല. 12 വരുമെന്ന് പറയുമ്പോൾ മൊത്തം എത്ര കട്ട്സ് വരണം? 4 കട്ട്സ് വരണം. അപ്പോൾ 4 കട്ട്സ് വരുമ്പോൾ എത്ര ഡിവിഷൻസ് ഉണ്ടാവും? 5 ഡിവിഷൻസ് ഉണ്ടാവും. 5 ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ എത്ര ക്യൂബ് വരും ഇവിടെ? 1 2 3 4 4 ഡിവിഷൻ അല്ലെ? 4 കട്ട്സ് വരുമ്പോൾ ഒരു സൈഡിൽ ഇതേ 1 2 3 4 5 5 ക്യൂബ്സ് വരും. അപ്പോൾ അപ്പോൾ നമുക്കറിയാം 5 ഡിവിഷൻസ് വരും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് ഈ 5 ഡിവിഷനിൽ നിന്ന് എത്രയായിരിക്കും? അല്ലേ? 5 ക്യൂബ്. 5 ഡിവിഷൻസ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ്, സ്മോളർ ക്യൂബ്സ് ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ഇസ് 5 ക്യൂബ്. സോ 5 ക്യൂബ് ഇറ്റ് ഇസ് 125. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 64 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആൻസർ അല്ല, ദ ഐഡന്റിക്കൽ പീസസ് ആയി 64. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 12 അല്ല ആൻസർ വരുന്നത്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 9 ആയിരിക്കും അല്ലേ? അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Now let's move on to the next question. So here, please check this question. In the expression 5 star, 4 star, 3 star, 2 star, 1 and star is chosen from plus, minus, multiplication, okay, into, catch at most 2 times. What is the smallest non-negative value of the expression? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. അതായത് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് എക്സ്പ്രഷൻ കിടക്കുന്നത്? 5. Alright. So the expression is given like 5 star, അല്ലേ? 4 star, 3 star, 2 star, 1. ആൻഡ് സ്റ്റാർ എന്ന് പറയുന്നത് ആരൊക്കെ വരാം? സ്റ്റാർ എന്ന് പറയുന്നത് പ്ലസ് വരാം, മൈനസ് വരാം, മൾട്ടിപ്ലിക്കേഷൻ വരാം അല്ലേ? അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈച്ച് അറ്റ്മോസ്റ്റ് അല്ലേ? അറ്റ്മോസ്റ്റ് 2 ടൈംസ്, അതായത് മാക്സിമം 2 തവണ വരെ വരാനേ പാടുള്ളൂ. അതായത് പ്ലസ് ആയിക്കോട്ടെ, മൈനസ് ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, മാക്സിമം എത്ര വരെ വരാനേ പാടുള്ളൂ? 2 തവണ വരാനേ പാടുള്ളൂ. അതായത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും 2 സ്റ്റാർ പ്ലസ് ആവാം, ഏതെങ്കിലും 2 സ്റ്റാർ മൈനസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ ആവാം. പക്ഷെ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യണം. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ 5 പ്ലസ് 4 പ്ലസ് 3 മൈനസ് 2 ഇൻറ്റു 1. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് 2 തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ മാക്സിമം പ്ലസ് 2 തവണ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ മാക്സിമം ഒരു സിമ്പിൾ എത്ര തവണ പാടുള്ളൂ? 2 തവണ പാടുള്ളൂ. അതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? വാട്ട് ഈസ് എ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ? അതായത് ഇവിടെ നമ്മൾ സിമ്പിൾസ് കൊടുത്ത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ദ വാല്യൂ ഷുഡ് ബി ദി സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ. വളരെ ചെറിയ നോൺ നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ദ വാല്യൂ ഷുഡ് ബി പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഇവിടെ ആദ്യം നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഈ ഒരു എക്സ്പ്രഷനിൽ കൊടുക്കാൻ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ജസ്റ്റ് റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ മതി. ഇവിടെ ബാക്കി കാര്യം സെറ്റായി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടെ എവിടെ കൊടുക്കും? മെയിനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എവിടെയായിരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് 5ൻ്റെ 4ൻ്റെ ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? നിങ്ങൾക്കറിയാം ഈ ഒരു സെറ്റിൽ ഏറ്റവും വലിയ നമ്പർ 5 ആണ്. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന നമ്പർ 4 ആണ് അല്ലേ? അപ്പോൾ 5ഉം 4ഉം ബിഗർ വാല്യൂസ് ആണ് ഈ സെറ്റിൽ. അപ്പോൾ ഇവരുടെ ഇടയിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 5 × 4 എന്ന് പറഞ്ഞത് 20 ആയിരിക്കും അല്ലേ? പിന്നെ ആ 20ലാണ് നിങ്ങൾ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വാല്യൂ അത്രയും വലുതായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് ഹാപ്പനിങ് ബിറ്റ്വീൻ ദി ബിഗർ വാല്യൂസ്. ബിഗർ വാല്യൂസിലായിരിക്കില്ല മൾട്ടിപ്ലിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. മറിച്ച് എവിടെയായിരിക്കും? സ്മോളർ വാല്യൂസ്, ബിറ്റ്വീൻ സ്മോളർ വാല്യൂസിലായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. അതായത് നമുക്ക് ഉറപ്പിക്കാം ഈ പറയുന്ന പോലെ 2ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടേണ്ട ആൻസർ വളരെ ചെറുതായിരിക്കണം അല്ലേ? ഏറ്റവും കുഞ്ഞ് വാല്യൂ, ഏറ്റവും കുഞ്ഞ് നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയത് എവിടെയാണ്? ഈ 2ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ സെറ്റ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡമായിട്ട് ഇട്ട് കൊടുത്താൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് വാല്യൂസ് കിട്ടും. അതിലേറ്റവും ചെറുതായിരിക്കും നിങ്ങളുടെ ആൻസർ വരുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഈ പറയുന്നത് പോലെ ഒരു തവണ വരാനേ വകുപ്പുള്ളൂ. എന്തുകൊണ്ടാണ്? മൾട്ടിപ്ലിക്കേഷൻ 2 തവണ വന്നു കഴിഞ്ഞാൽ ഒന്നേ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഹയർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നമുക്ക് പറയാം
ഒരു തവണ റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. അതുമാത്രമല്ല മൾട്ടിപ്ലിക്കേഷൻ ആരുടെ ഇടയിലായിരിക്കും വരുന്നത്? രണ്ട് കുഞ്ഞ് നമ്പേഴ്സിൻ്റെ ആ സെറ്റിൽ ഏറ്റവും ചെറിയ ആൾക്കാർ ആരൊക്കെയാണോ ഇൻ ബിറ്റ്വീൻ അവരുടെ ഇടയിലായിരിക്കും ഈ പറയുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ദേ ഇവിടെ 5 4 3 2 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സിമ്പിൾസ് ഇട്ട് നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഞാൻ ഇവിടെ പ്ലസ് ഇടുന്നത് വെച്ചോ, പ്ലസ് മൈനസ്. അപ്പോൾ നമുക്കറിയാം ആദ്യം ഇവിടെ ശരിക്കും ബോട്ട് മാസിൻ്റെ റൂൾ അനുസരിച്ച് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അല്ലേ, ബോട്ട് മാസിൻ്റെ റൂൾ എങ്ങനെയാണ്? അതായത് ആദ്യം ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുക, പിന്നെ ഡിവിഷൻ, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം ഈ പറയുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പറേറ്റ് ചെയ്ത് വരിക. ഇതാണ് നോർമലി ബോർഡ് മാത്സിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോർഡ് മാത്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ബോർഡ് മാത്സ് അനുസരിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടുന്നു? 5 + 4 + 3 - 2 × 1 എത്രയാണ്? 2 അല്ലേ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാല്യൂ എടുത്ത് നോക്കിക്കേ. 5 + 4 എത്രയാണ്? 9 അല്ലേ. ആൻഡ് 9 + 3 എത്രയാണ്? 9 + 3 = 12 അല്ലേ. 12 - 2 എത്രയാണ്? 10 ആണ് വരുന്നത്. 10 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ പോലും ഇല്ല അല്ലേ. നമ്മുടെ ഓപ്ഷനിൽ 3 2 1 0 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ അതല്ല സ്മോളസ്റ്റ് വാല്യൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. 5 - 4 - 3 + 2 × 1. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. +2 × 1 എത്രയാണ്? 2. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിക്കേ. 5 - 4 എത്രയാണ് വരുന്നത്? 5 - 4 it is 1 അല്ലേ. അപ്പോൾ 1 - 3 + 2. അപ്പോൾ -1 - 3 എത്ര വരും? ഇറ്റ് വിൽ ബി -2. -2 + 2 എത്ര വരും? 0 അല്ലേ. നമ്മുടെ ഓപ്ഷൻസിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയിട്ടുള്ള 0 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വിച്ച് ഇസ് 0 അല്ലേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ലീസ്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ആ സെറ്റിൽ ബിറ്റ്വീൻ ആർക്കായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഏറ്റവും ചെറിയ വാല്യൂസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അവർ തമ്മിലായിരിക്കണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ബാക്കി നിങ്ങൾ റാൻഡമായിട്ട് വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ചെയ്താൽ മതി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഫിക്സ്ഡ് ആണ്. ബിറ്റ്വീൻ രണ്ടാൾക്കാരിലായിരിക്കും, ആ ഏറ്റവും ചെറിയ രണ്ടാൾക്കാരിലായിരിക്കും ഈ പറയുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വരും. ഇതേണ്ടേ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ certain number of men can complete a piece of work in 6k days where k is a natural number. By what percent should the number of men be increased so that the work can be completed in 5k days? ഇതെങ്ങനെയാണ് മക്കളെ സോൾവ് ചെയ്യുന്നത്? വളരെ ഈസിയാണ് ഇത് സോൾവ് ചെയ്യാൻ അല്ലേ. ഇവിടെ നിങ്ങൾക്ക് സെയിം വേരിയബിൾസ് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യത്തിൽ സെയിം വേരിയബിൾസ് ആണ് മിക്കയിടത്തും വരുന്നെങ്കിൽ ആ വേരിയബിളിന് ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്താൽ കൊടുക്കുക. നോക്കിക്കേ, ഇവിടെ 5k days 6k days. അപ്പോൾ k എന്ന് പറയുന്ന വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് ഒറ്റ വകുപ്പേ ഉള്ളൂ. ആ kക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു വാല്യൂ ആയിരിക്കും കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് kക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്തോ, ഒരു പ്രശ്നമില്ല. പക്ഷെ ചെയ്യാൻ പാകത്തിലുള്ള, ചെയ്യാൻ എളുപ്പം നമുക്ക് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വാല്യൂ വേണം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ kക്ക് കൊടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും k = 1 ആയിരിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ചോദ്യത്തിൽ? എ certain number of men can complete a piece of work in 6k days. അപ്പോൾ certain number of men അല്ലേ, കുറച്ച് ആൾക്കാർ, certain number of men. അപ്പോൾ men എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, men എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. അവരുടെ ഗ്രൂപ്പാണ് ഈ പറയുന്ന പോലെ 6k days എടുത്ത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ബൈ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് ദി നമ്പർ ഓഫ് men be increased? അപ്പോൾ അതേ എൻറ്റിറ്റിയെ തന്നെ നമ്മൾ എത്ര ഇൻക്രീസ് ചെയ്യണം in order to finish the work in 5k days? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അതാരാണ്? മെന്നാണ്. ഇവിടെ വിമൻ ഇല്ല, അല്ലെങ്കിൽ വേറെ ചിൽഡ്രനോ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല. മെൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എ സെറ്റ് ഓഫ് ഐഡൻറ്റിക്കൽ പേഴ്സൺസ് ആർ ഡൂയിങ് എ ജോബ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരു മെൻ, അതായത് ഇപ്പോൾ n നമ്പർ ഓഫ് മെൻ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി നിങ്ങൾ എന്തായിട്ട് എടുക്കുക? 1 ആയിട്ട് അങ്ങ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ മെന്നിൻ്റെ എഫിഷ്യൻസി, അതായത് ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി ഞാൻ എന്തായിട്ട് എടുത്തു? 1 ആയിട്ട് അങ്ങ് എടുത്തു. ഇനി എനിക്ക് കാര്യം സിമ്പിളാണ് അല്ലേ. അപ്പോൾ എ certain number of men can complete a piece of work in 6k days. അപ്പോൾ kയുടെ വാല്യൂ 1 ആണ്, ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ ഞാൻ പറയുകയാണ് എക്സ് നമ്പർ ഓഫ് മെൻ ആണെന്നിരിക്കട്ടെ.
എ certain number of men, നമുക്കറിയില്ല. അപ്പോൾ ഞാനൊരു വേരിയബിൾ കൊടുത്ത് എക്സ് നമ്പർ ഓഫ് മെൻ. അപ്പോൾ എക്സ് നമ്പർ ഓഫ് മെൻ ക്യാൻ ഡു എ വർക്ക് ഇൻ 6K ഡേയ്സ്. കെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്കറിയാം 6K എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 6 into 1, സോ 6 ഡേയ്സ് എന്ന് ഞാൻ എടുത്തു, ബിക്കോസ് കെ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് മെൻ ക്യാൻ ഡു എ വർക്ക് ഇൻ അല്ലേ 6K ഡേയ്സ്. എക്സ് നമ്പർ ഓഫ് മെന്നിന് ഈ പറയുന്ന പോലെ 6 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ പറയുകയാണ് by what percentage should the number of men be increased so that the work can be completed in 5K days. അപ്പോൾ എക്സ് നമ്പർ ഓഫ് മെന്ന് ഈ പറയുന്ന പോലെ 6 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എഗെയിൻ നമ്പർ ഓഫ് മെൻ ബി ഇൻക്രീസ്ഡ് അല്ലേ. അപ്പോൾ ഞാൻ പറയാണ് എത്രയോ മെന്ന് ഇൻക്രീസ് ചെയ്യപ്പെട്ടു. അത് നമുക്കറിയില്ല, ഞാനത് വൈ എന്ന് പറഞ്ഞെടുക്കുക. അപ്പോൾ വൈ നമ്പർ ഓഫ് മെന്നിന് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റും? 5K ഡേയ്സ് ആണ്. കെയുടെ വാല്യൂ 1 ആണ്, സോ 5 ഡേയ്സ് എന്ന് ഞാൻ എടുത്തു, ബിക്കോസ് 5 into K, ദാറ്റ് ഈസ് 5 into 1, സോ 5 ഡേയ്സ്. അപ്പോൾ എക്സ് നമ്പർ ഓഫ് മെന്നിന് 6 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ എക്സ് നമ്പർ ഓഫ് മെന്നിൻ്റെ കൂടെ എത്രയോ നമ്പർ ഓഫ് മെന്നും കൂടെ കൂട്ടിയപ്പോൾ അയാൾക്ക് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റും? അതേ ജോലി 5 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവരുടെ LCM എടുക്കാൻ, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM ആണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ 6 5 times ഇറ്റ് ഈസ് 30 അല്ലേ. 6ന്റെ 5ന്റെ LCM എത്രയാണ്? 30 ആണ്. അപ്പോൾ 30 LCM എന്ന് പറഞ്ഞാൽ മൊത്തവും ജോലി 30 ആണ്. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് അല്ലേ. ഇവിടെ എഫിഷ്യൻസി ഓഫ് ഒരു മെൻ എത്രയാണ്? 1 ആണ്. അപ്പോൾ 6 മെന്നിൻ്റെ എഫിഷ്യൻസി അപ്പോൾ എക്സ് നമ്പർ ഓഫ് മെന്നിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? ഈ പറയുന്ന പോലെ എക്സ് ഇൻറ്റു 1 വിച്ച് ഇസ് എക്സ് അല്ലേ. ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി 1. മൊത്തം ഇനിഷ്യലി എത്ര നമ്പർ ഓഫ് മെൻ ഉണ്ട്? എക്സ് നമ്പർ ഓഫ് മെൻ ഉണ്ട്. സോ 1 into x, x will be what? Efficiency of x number of men. So വർക്ക് ഡൺ എത്രയാണ്? 30. 30 is equal to x into ടൈം എത്രയാണ്? 6 days. അപ്പോൾ എഫിഷ്യൻസി ഓഫ്, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താണ്? ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി എത്രയാ? 1. അപ്പോൾ എക്സ് നമ്പർ ഓഫ് മെന്നിൻ്റെ എഫിഷ്യൻസി എക്സ് വരും അല്ലേ. അപ്പോൾ 30 എക്സ് ഇസ് ഈക്വൽ വാട്ട്? 30 by 6, 6 5 times 30. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 കിട്ടി. അതായത് ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി 1, അപ്പോൾ എക്സ് നമ്പർ ഓഫ് മെൻസിൻ്റെ എഫിഷ്യൻസി 5. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ടോട്ടൽ നമ്പർ ഓഫ് മെൻ എത്രയാണ്? 5. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് 5 കിട്ടി. അപ്പോൾ ഇനി വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എഗെയിൻ വൈ നമ്പർ ഓഫ് മെൻ ഇതേ ജോലി തന്നെയല്ലേ ചെയ്യുന്നത്. സോ 30 is equal to what? 30 is equal to y into എത്രയാണ്? 5 ഡേയ്സ് കൊണ്ട് എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ. അപ്പോൾ വൈ എന്ന് പറയുമ്പോൾ ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി ആണ്, ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി 1. ടോട്ടൽ എത്ര മെന്നുണ്ട്? വൈ. സോ വൈ ഇൻറ്റു 1 അല്ലേ. വൈ നമ്പർ ഓഫ് മെന്നുണ്ട്, സോ ഒരാളുടെ എഫിഷ്യൻസി 1. സോ നെറ്റ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വൈ ഇൻറ്റു 1 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടൈം എത്രയാണ്? 5 ഡേയ്സ്. സോ വൈ ഇൻറ്റു 1 ഇൻറ്റു 5. സോ വൈ ഇസ് ഈക്വൽ ടു വാട്ട്? 30 by 5 which is equal to what? 6. അപ്പോൾ y is equal to 6 കിട്ടി. വൈയുടെ വാല്യൂ നമുക്ക് 6 കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇനീഷ്യലി 5 നമ്പർ ഓഫ് മെൻ ഉണ്ടായിരുന്നു, അത് എത്രയായിട്ട് കൂടി? 6 ആയിട്ട് കൂടി. ഇനീഷ്യലി 5 പേരുണ്ടായിരുന്നു, അത് 6ലേക്ക് എത്തി അല്ലേ. 5 പേരുണ്ടായിരുന്നു, അത് 6ലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് by what percentage should the number of men increased so that the work can be completed in 5K days. അപ്പോൾ 5 ആൾക്കാർക്ക് 6 ദിവസം കൊണ്ട് 30 ജോലി ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്യണമെങ്കിൽ എത്ര ആൾക്കാർ വേണം? 6 ആൾക്കാർ വേണം. അപ്പോൾ 5ൽ നിന്ന് 6ലേക്ക് മാറി, അതായത് 5 ആൾക്കാരുടെ കൂടെ ഒരാളെ നമ്മൾ ആഡ് ചെയ്തു. 5+1 അല്ലേ. ഒരാളെയും കൂടെ ആഡ് ചെയ്തപ്പോൾ 6 ആൾക്കാരായി. 6 ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ 5 ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലേ. പെർസെൻറ്റേജ് ഇൻക്രീസ് നമുക്കറിയാം ടോട്ടൽ ചേഞ്ച് എത്രയാണ്? അതായത് 5ൽ നിന്ന് 6ലേക്ക് പോകാൻ ഒരാളെ കൂട്ടി അല്ലേ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ നമ്പർ ഓഫ് മെൻ എത്രയാണ്? 5 into 100. 1/5 into 100 എത്ര വരും? 20. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബൈ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് ദി നമ്പർ ഓഫ് മെൻ ബി ഇൻക്രീസ്? എത്ര ശതമാനം നമ്മൾ കൂട്ടണം? നമുക്കറിയാം ഒരാളെയാണ് കൂട്ടേണ്ടത്. അപ്പോൾ ആ ഒരാളെന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? ഇനീഷ്യലി 5 പേരുണ്ട് അല്ലേ. അപ്പോൾ 1/5 അല്ലേ, 5ൽ ഒരാളെയാണ് നമ്മൾ കൂട്ടിയത്. അപ്പോൾ 5ൻ്റെ എത്ര ശതമാനമാണ് 1? 5ൻ്റെ എത്ര ശതമാനമാണ് 1 എന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം ഒരാളെയാണ് കൂട്ടേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരാളിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ നമ്പർ ഓഫ് മെൻ. ഇനീഷ്യൽ നമ്പർ ഓഫ് മെൻ എത്രയാണ്? 5. അപ്പോൾ 5ൻ്റെ എത്ര ശതമാനമാണ് 1? ദാറ്റ് ഈസ് 1/5 into 100 which is equal to what? 20%. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? ഓപ്ഷൻ സി
which is 20%. അല്ലേ? വളരെ ഈസി ചോദ്യമായിരുന്നത്. Okay, now moving on to question number 8. X, Y and Z can complete a piece of work individually in 6 hours, 8 hours and 8 hours respectively. However, only one person at a time can work in each hour and nobody can work for 2 consecutive hours. All are engaged to finish the work. What is the minimum amount of time that they will take to finish the work? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? Again, X can do a work in how many hours? ഇവിടെ മണിക്കൂറുകളുടെ കണക്കാണ് അല്ലേ? X can do a work in 6 hours, Y can do a work in 8 hours and again Z can do the same work in 8 hours. അപ്പോൾ 3 പേരുടെയും മണിക്കൂറുകളുടെ കണക്കിലാണ് തന്നിരിക്കുന്നത്. എക്സിന് 6 മണിക്കൂർ കൊണ്ട് ഒരു ജോലി ചെയ്യും, Y അതേ ജോലി 8 മണിക്കൂർ കൊണ്ട് ചെയ്യും, Z അതേ ജോലി again 8 മണിക്കൂർ കൊണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് however only one person at a time can work in each hour and nobody can work for 2 consecutive hours. അപ്പോൾ ഇവിടെ ഇവർ ജോലി ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു മണിക്കൂറിൽ ഒരാളെ ജോലി ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ എക്സ് ആണെങ്കിൽ അടുത്ത മണിക്കൂറിൽ വൈ, അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ സെഡ്. അപ്പോൾ അങ്ങനെയായിരിക്കും ഇവർ ജോലി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആവാം. ആൻഡ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, 2 മണിക്കൂറിൽ അടുപ്പിച്ച് വരുന്ന 2 മണിക്കൂറിൽ ആര് ജോലി ചെയ്യൂല? മീൻസ് ഒരാൾ തന്നെ 2 മണിക്കൂർ അടുപ്പിച്ച് ജോലി ചെയ്യൂല. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന പോലെ 10 തൊട്ട് 12 വരെ ജോലി ചെയ്യത്തില്ല. ഓക്കെ, അതായത് 2 മണിക്കൂറാണ്. അപ്പോൾ 2 മണിക്കൂർ അടുപ്പിച്ച് ആരും ജോലി ചെയ്യത്തില്ല, ഒരാളും ജോലി ചെയ്യത്തില്ല. അത് എക്സും ജോലി ചെയ്യത്തില്ല, വൈയും ജോലി ചെയ്യത്തില്ല, ഇസഡും ജോലി ചെയ്യത്തില്ല. അപ്പോൾ അടുപ്പിച്ച മണിക്കൂറുകളിൽ ഈ പറയുന്ന പോലെ 2 അടുത്ത് വരുന്ന മണിക്കൂറുകളിൽ എക്സും വൈ ഇസഡും ജോലി ചെയ്യില്ല. പക്ഷേ ഇവരെല്ലാം ഓരോ മണിക്കൂർ വീതം ജോലി ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് ഓൾ ആർ എൻഗേജ്ഡ് ടു ഫിനിഷ് ദി വർക്ക്, അപ്പോൾ ഒരു ജോലിയുണ്ട്, ആ ജോലി ഇവർ ഇത്രയും പേരും കൂടെ ഒരുമിച്ച് ജോലി തീർക്കുകയാണെങ്കിൽ വാട്ട് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് ദേ വിൽ ടേക്ക് ടു ഫിനിഷ് ദി വർക്ക്? അപ്പോൾ മിനിമം എമൗണ്ട് ഓഫ് ടൈം, ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമ്മൾ എങ്ങനെയാണ് മീൻസ് ഏറ്റവും കുറഞ്ഞ സമയത്ത് ജോലി ചെയ്യുമ്പോൾ എത്രയാണ് ആ കുറഞ്ഞ സമയം? അതായത് ഇവർ 3 പേരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ, ഇവർ 3 പേരും കൂടെ ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്, ഓരോ മണിക്കൂർ ഇടപെട്ട് ആൾക്കാർ വർക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഏറ്റവും കുറഞ്ഞ സമയം വെച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏറ്റവും കുറഞ്ഞ സമയം ഏതാണ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ വർക്ക്? അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ സമയം എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം ഏതായിരിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ കുറഞ്ഞ സമയം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 hours 50 minutes എന്നൊന്നും ചെയ്ത് കളയരുത്, നമ്മൾ കണ്ടുപിടിക്കാൻ തന്നെ വേണം. ഓപ്ഷൻസിൽ ഏറ്റവും കുറഞ്ഞത് 6 hours 50 minutes ആണെന്ന് പറഞ്ഞ് 6 മണിക്കൂർ 15 മിനിറ്റ് ഒന്നും ആരും ടിക്ക് ചെയ്ത് കളയരുത്. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ടൈം വളരെ ചെറുതായിരിക്കണം അല്ലേ? ടൈം എന്ന് പറഞ്ഞത് മിനിമം ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, മിനിമം ടൈം എടുക്കണമെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് ആരായിരിക്കും? മാക്സിമം എഫിഷ്യൻസി ഉള്ള മനുഷ്യനായിരിക്കണം വർക്ക് ചെയ്യേണ്ടത് ഇൻ ഓർഡർ ടു ഫിനിഷ് എ സർട്ടൻ വർക്ക് ഇൻ മിനിമം ടൈം. ഒന്നാലോചിച്ച് നോക്കിക്കേ, കുറഞ്ഞ വർക്കിൽ ഒരു സമയം തീർക്കണമെങ്കിൽ, ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വർക്ക് തീർക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ എഫിഷ്യൻസി ഉള്ള ഒരാൾ കൂടുതൽ നേരം പണിയെടുത്തിരിക്കണം അല്ലേ? ഞാൻ കാണിച്ചു തരാം അതെന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എക്സ് ക്യാൻ ഡു എ ജോബ് ഇൻ 6 days, വൈ ക്യാൻ ഡു 6 hours, വൈ ക്യാൻ ഡു ദി വർക്ക് ഇൻ 8 hours, ഇസഡ് ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ അഗെയിൻ ഇൻ 8 hours. അപ്പോൾ ഇവരുടെ 3 പേരുടെയും LCM എത്ര വരും? അതായത് 6, 8, 8 അല്ലേ? 24 വരും LCM. സോ 24 വിൽ ബി അവർ LCM. ഞാൻ പറഞ്ഞിട്ടുണ്ട് LCM ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഓരോരുത്തരുടെയും എഫിഷ്യൻസി, എക്സിൻ്റെ എഫിഷ്യൻസി എത്ര വരും? 6 4 times it is 24 അല്ലേ? 8 3 times it is 24. അഗെയിൻ ഇസഡിൻ്റെ എഫിഷ്യൻസി 3. അപ്പോൾ എക്സിൻ്റെ എഫിഷ്യൻസി 4, വൈയുടെ എഫിഷ്യൻസി 3, ഇസഡിൻ്റെ എഫിഷ്യൻസി അഗെയിൻ 3 വരുന്നു. ഇനി ഈ 24 വർക്ക്, നമ്മുടെ മൊത്തവും ജോലി 24ആണ്. ഇവരുടെ എല്ലാം ഇൻഡിവിജ്വൽ എഫിഷ്യൻസി കിട്ടി. എക്സിൻ്റെ എഫിഷ്യൻസി 4, ഒരു മണിക്കൂറിൽ ഇയാൾ 4 ജോലി ചെയ്യും. വൈൻ്റെ എഫിഷ്യൻസി 3, അതായത് ഒരു മണിക്കൂറിൽ 3 ജോലി ചെയ്യും. ഇസഡിൻ്റെ എഫിഷ്യൻസി 3, എഗെയിൻ ഒരു മണിക്കൂറിൽ 3 ജോലി ചെയ്യും. നമ്മുടെ മൊത്തവും ജോലി എന്ന് പറയുന്നത് 24. എന്നിട്ട് ഓരോരുത്തരുടെ എഫിഷ്യൻസിയും അവരവരുടെ കഴിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ് ഒരു മണിക്കൂറിൽ 4 ജോലി, വൈ ഒരു മണിക്കൂറിൽ 3 ജോലി, ഇസഡ് ഒരു മണിക്കൂറിൽ 3 ജോലി. അപ്പോൾ ഇവർ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? ഒരു മണിക്കൂറിൽ ഒരാളെ ജോലി ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യം എക്സ് ജോലി ചെയ്യുന്നു, ഒരുപക്ഷെ അടുത്തത് വൈ ആയിരിക്കാം, അത് കഴിഞ്ഞ് ഇസഡ് ആയിരിക്കാം, അത് കഴിഞ്ഞ് പിന്നെയും എക്സ് വരാം. ഓക്കെ, ഒരുപക്ഷെ പിന്നെ ഇസഡ് ആയിരിക്കാം, പിന്നെ വൈ വരാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും അവർ ജോലി ചെയ്തു പോകുന്നത്.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരായിരിക്കും ജോലി ചെയ്ത് തീർക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ കൂടുതൽ എഫിഷ്യൻസി ഉള്ള ആള് കൂടുതൽ നേരം പണിയെടുത്തിരിക്കണം, അല്ലേ? അതായത് ഇപ്പോൾ ഇവിടെ എക്സ് വർക്ക് ചെയ്യുകയാണ്, അത് കഴിഞ്ഞ് ഞാൻ വൈയെ വെക്കുന്നു, പിന്നെയും എക്സിന്റെ എഫിഷ്യൻസി അല്ലേ കൂടുതൽ, അപ്പോൾ എക്സിനെ നമുക്ക് കൂടുതൽ നേരം പണിയെടുപ്പിക്കാം. ഓക്കെ, അപ്പോൾ എക്സ് വർക്ക് ചെയ്തു, അപ്പോൾ അടുപ്പിച്ച് എക്സ് വർക്ക് ചെയ്യാൻ പാടില്ല, അല്ലേ? അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇൻ ഈച്ച് അവർ ആൻഡ് നോബഡി ക്യാൻ വർക്ക് ഫോർ 2 consecutive hours. 2 മണിക്കൂർ അടുപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ് വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ വൈയെ ഇട്ടു, പിന്നെ എഗെയിൻ എക്സ് വർക്ക് ചെയ്യിക്കുന്നു, അത് കഴിഞ്ഞ് ഇസഡിനെ ഇട്ടു, പിന്നെ എഗെയിൻ ആരെ വർക്ക് ചെയ്യിപ്പിക്കുന്നു, എക്സ് വർക്ക് ചെയ്യിക്കുന്നു, വൈയെ ഇടുന്നു, എഗെയിൻ എക്സിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു, എന്നിട്ട് ഇസഡിനെ ഇടുന്നു, അല്ലേ? അപ്പോൾ എക്സിന്റെ വർക്ക് എത്രയാണ്? ഈ പറയുന്ന പോലെ 1 മണിക്കൂറിൽ അയാൾ 4 ജോലി ചെയ്യും. അപ്പോൾ ഫസ്റ്റ് അവേഴ്സിൽ 4 ജോലി, അടുത്ത അവറിൽ വൈ 3 ജോലി ചെയ്യുന്നു, ഇസഡ് എത്ര ജോലി, എഗെയിൻ എക്സ് വരുന്നു 4 ജോലി ചെയ്യുന്നു, ഇസഡ് 3 ജോലി, എഗെയിൻ എക്സ് 4, ഇസഡ് വൈ 3, എഗെയിൻ എക്സ് 4, ഇസഡ് 3. അപ്പോൾ 4 3 4 3 4 3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മൊത്തം ജോലി 24 ആണ്. അപ്പോൾ ഇവിടെ 4 + 3 7, അല്ലേ? എഗെയിൻ ഇവിടെ 7, ഇവിടെ 7, ഇവിടെ 7. അപ്പോൾ 7 4 വേണ്ടേ, ഇത് ഫസ്റ്റ് അവർ, അല്ലേ? ഫസ്റ്റ് അവർ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇവിടെ ഫിഫ്ത്ത്, ഇവിടെ സിക്സ്ത്ത്, ഇവിടെ 7th. മാക്സിമം 7 hours വരെ ഓപ്ഷൻസ് ഇല്ല, നമ്മൾ 7 മണിക്കൂർ വരെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ 4 മണിക്കൂർ ആയപ്പോൾ എത്ര ജോലി കംപ്ലീറ്റ് ചെയ്തു? 7 + 7 which is 14 ജോബ് കംപ്ലീറ്റ് ചെയ്തു. മൊത്തവും ജോലി 24, അല്ലേ? അപ്പോൾ അടുത്തൊരു 2 മണിക്കൂറും കഴിഞ്ഞപ്പോൾ 14 + 7 21, അല്ലേ? 21 ജോലി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 21 ജോലി കംപ്ലീറ്റ് ചെയ്തു. ഇവിടുന്ന് ഇവിടം വരെ എത്ര കംപ്ലീറ്റ് ചെയ്തു? അതായത് ഇവിടുന്ന് ഇവിടം വരെ 14 കംപ്ലീറ്റ് ചെയ്തു, അല്ലേ? 1 4 നോക്കിക്കേ, ഇവിടുന്ന് ഇവിടം വരെ 14 കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടം വരെ ആയപ്പോൾ, അതായത് 6ാമത്തെ മണിക്കൂർ വരെ ആയപ്പോൾ 21 ജോലി കംപ്ലീറ്റ് ചെയ്തു. 6ാമത്തെ മണിക്കൂർ വരെ ആയപ്പോൾ 21 ജോലി കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ മൊത്തം ജോലി എത്രയാണ്? ഈ പറയുന്ന പോലെ 24 ആണ്. അപ്പോൾ അടുത്തത് വർക്ക് ചെയ്യേണ്ടത് എക്സ് ആണ്, അല്ലേ? അടുത്തത് ആരാ വർക്ക് ചെയ്യേണ്ടത്? എക്സ് ആണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒറ്റ സെക്കൻഡേ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എക്സിന് പകരം ഈ പറയുന്ന പോലെ, അതായത് ഇവിടെ വരെ 21 ജോലി കംപ്ലീറ്റ് ചെയ്തു, അല്ലേ? അപ്പോൾ മൊത്തവും ജോലി 24 ആണ്. അപ്പോൾ ഞാനിവിടെ വൈയെ ആണ് വെക്കുന്നതെന്ന് വെച്ചു, ഞാനിവിടെ വൈക്കാണ് കൊടുക്കുന്നതെങ്കിൽ വൈ ആ 1 മണിക്കൂർ മൊത്തം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലേ? വൈ 1 മണിക്കൂറിൽ 3 ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈ ആ 1 മണിക്കൂർ മൊത്തവും എടുത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം എക്സിന്റെ എഫിഷ്യൻസി എത്രയാണ്? 4 ആണ്, അല്ലേ? അതായത് 1 മണിക്കൂറിൽ അയാൾ 4 ജോലി ചെയ്യും. അപ്പോൾ എക്സിന് ശരിക്കും അടുത്ത 1 മണിക്കൂർ വേണ്ട ജോലി ചെയ്യാൻ, അല്ലേ? അതായത് എക്സ് 1 മണിക്കൂറിൽ 4 ജോലി ചെയ്യും. പക്ഷെ എക്സിനെ ആ വർക്ക് ഏൽപ്പിച്ചാൽ അയാൾ 1 മണിക്കൂറിന് മുന്നേ ആ ജോലി തീർക്കും. അതായത് 6 മണിക്കൂർ വരെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അടുത്തത് നമ്മൾ എക്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കും അയാൾ 1 മണിക്കൂറിൽ 4 ജോലി ചെയ്യും. പക്ഷെ 4 ജോലി വേണ്ട, അയാൾ 1 മണിക്കൂറിൽ 3 ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ 1 മണിക്കൂർ കംപ്ലീറ്റ് എടുക്കുന്നില്ല, അതായത് 60 മിനിറ്റ്സ് കംപ്ലീറ്റ് എടുക്കുന്നില്ല. അതായത് 3/4 ഓഫ് ദി 60 മിനിറ്റ്സ് ആയിരിക്കും എക്സ് എടുക്കുന്നത്, അല്ലേ? ലാസ്റ്റ് ജോലി ചെയ്യാൻ. അതായത് 3/4 ഓഫ് ദി 60 എന്ന് പറയുമ്പോൾ എത്ര വരും? അതെ, നോക്കിക്കേ, 15, അല്ലേ? അപ്പോൾ 3 × 15 which is 45 മിനിറ്റ്സ് ആയിരിക്കും എക്സ് ഈ പറയുന്ന പോലെ 6 മണിക്കൂറിന് ശേഷം അതായത് 7th അവർ സ്റ്റാർട്ട് ചെയ്യുന്ന 7 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 6 മണിക്കൂർ അത് കഴിഞ്ഞൊരു 45 മിനിറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എക്സ് പണി തീർത്തിരിക്കും, അല്ലേ? അതേസമയം വൈയോ ഇസഡിനെയോ നമ്മൾ ഇടുന്നെങ്കിലോ ഈ പറയുന്ന പോലെ വൈൻ്റെ ഇസഡിൻ്റെ എഫിഷ്യൻസി 3 3 എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ഇടുന്നെങ്കിൽ അവന്മാരെന്ത് ചെയ്യും? ആ പറയുന്ന ദിവസം ആ പറയുന്ന മണിക്കൂർ മൊത്തം എടുക്കും, അല്ലേ? അപ്പോൾ 7 മണിക്കൂർ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? മിനിമം ടൈമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 6 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട്, 45 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എക്സ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സ് വർക്ക് ചെയ്ത് 45 മിനിറ്റ് കൊണ്ട് ജോലി തീർക്കുമ്പോൾ മൊത്തം ടൈം എത്രയായിരിക്കും? 6 മണിക്കൂർ 45 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ മിനിമം ടൈം, അല്ലേ? അപ്പോൾ മിനിമം ടൈം എന്ന് പറയുമ്പോൾ 6 hours 45 minutes, 6 മണിക്കൂർ 45 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? ജോലി ചെയ്ത് പൂർത്തിയാക്കി. അതായത് ഈ പറയുന്ന പോലെ ലാസ്റ്റ് അവറിൽ എക്സ് മാത്രം പണിയെടുത്താൽ മതി, അല്ലേ? എക്സ് ഈ പറയുന്ന പോലെ മണിക്കൂറിൽ 4 ജോലി ചെയ്യുന്നവനാണ്. പക്ഷെ അയാൾ ഈ പറയുന്ന പോലെ 3 ജോലി ചെയ്താൽ മതി. അപ്പോൾ അയാൾക്ക് ഈ പറയുന്ന 60 മിനിറ്റും എടുക്കേണ്ട കാര്യമില്ല. 3/4 ഓഫ് ദി 60 മിനിറ്റ്സ് കൊണ്ട് അയാളുടെ പണി തീർക്കും.
പക്ഷെ നമ്മൾ വൈയോ ഇസഡിനെയോ ഏൽപ്പിക്കുന്നെങ്കിലോ ലാസ്റ്റ് ആ അവസാനത്തെ അതായത് 21 ജോലി കഴിഞ്ഞ് ബാക്കി 3 ജോലി 3 ജോലിയല്ലേ എക്സാക്റ്റ് ആയിട്ട് വൈ അല്ലെങ്കിൽ ഇസഡ് ചെയ്തോളും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ആ 1 മണിക്കൂറും കൂടെ മൊത്തം എടുക്കും. അപ്പോൾ മൊത്തം 7 മണിക്കൂറാവും. അപ്പോൾ നമ്മൾ വൈനെ ഏൽപ്പിക്കുന്നില്ല, ഇസഡിനെ ഏൽപ്പിക്കുന്നില്ല, എക്സ് തന്നെ ചെയ്താൽ മതി. കാരണം എക്സിൻ്റെ എഫിഷ്യൻസി കൂടുതലാണ്. 1 മണിക്കൂറിൽ അയാൾ 4 ജോലി ചെയ്യും. അപ്പോൾ 1 മണിക്കൂർ വേണ്ട, 3/4 ഓഫ് ദി 60 മിനിറ്റ്സ് മതി നമുക്ക് എക്സിനെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അല്ലേ. 1 മണിക്കൂർ വേണ്ട, 45 മിനിറ്റ് കൊണ്ട് ബാക്കി പെൻഡിങ് ഉള്ള 3 ജോലി അയാൾ ചെയ്ത് തീർക്കും. അപ്പോൾ നമുക്ക് മൊത്തവും വരുന്ന മിനിമം മണിക്കൂർ എത്രയായിരിക്കും? മിനിമം ടൈം എത്രയാണ്? 6 hours 45 minutes. 6 മണിക്കൂർ 45 മിനിറ്റ് ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. How many consecutive zeros are there at the end of the integer obtained in the product 1 square plus 2 raised to 4 plus 3 raised to 6, sorry, 1 square into 2 raised to 4 into 3 raised to 6 into 4 raised to 8 into etc. up to 25 raised to 50 അല്ലേ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ. നിങ്ങൾക്കറിയാം 25 raised to 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 25 the whole raised to 50 എന്ന് പറയുമ്പോൾ 5 square, 25 എന്ന് പറഞ്ഞാൽ 5 square the whole raised to 50. അപ്പോൾ 5 square നമുക്കറിയാം a square a raised to n the whole raised to m എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to n into m എന്ന് വരും അല്ലേ. അതുപോലെ 5 square the whole raised to 50 എന്ന് പറയുമ്പോൾ 5 raised to 2 into 50 which is equal to what? 5 raised to 100. അപ്പോൾ നമുക്കറിയാം ഒരു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദി പെയർ ഓഫ് 2 and 5. ഒരു 2ഉം ഒരു 5ഉം വരുന്നതാണ് ഒരു 0. അപ്പോൾ ഇവിടെ മൊത്തം 5 raised to 100. അപ്പോൾ 5 എന്ന് പറയുന്നത് തന്നെ എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം ഉണ്ട്. ഈ 25 അല്ലേ. 25 raised to 50ൽ 100 times 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ മിനിമം 100 times 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ, ബാക്കി ഈ പറയുന്ന പോലെ 1 square into 2 raised to 4 into 3 raised to 6 into 4 raised to 8. അപ്പോൾ അതിൽ ഇവിടെ 4 raised to 8 എന്ന് പറഞ്ഞാൽ ആരാണ്? 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 square ആണ് അല്ലേ. 2 square the whole raised to 8. അപ്പോൾ 2 square തന്നെ അല്ലേ. അതായത് 4 raised to 8 തന്നെ എത്ര വരും? 2 raised to 16 വരും. 16 2 അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2ന്റെ മൾട്ടിപ്പിൾ എത്ര എണ്ണം വരുന്നുണ്ട്? എഗെയിൻ 16 raised to സംതിങ് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ 32 raised to സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം 2 ഇങ്ങനെ ഇരട്ടിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ 2 എന്ന് പറയുന്നതും എഗെയിൻ ഈ പറയുന്ന പോലെ എക്സാക്ട്ലി അല്ലേ 2 raised to 100, അതായത് 100 അല്ലെങ്കിൽ 100ൽ കൂടുതൽ 2s നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ 5 എന്ന് പറയുന്നത് 25 raised to 50ൽ തന്നെ 100 5 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും 100 അല്ലെങ്കിൽ 100ന് മുകളിലുള്ള വാല്യൂസ് ആയിരിക്കും ആൻസർ. നമുക്ക് തീർച്ചയായിട്ടും പറയാം 100ന് മുകളിലുള്ളതാണ്. കാരണം എന്താ? 5ന്റെ നമ്പേഴ്സ് തന്നെ 100ൽ കൂടുതൽ വരാം അല്ലേ. കാരണം 5ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇൻ ബിറ്റ്വീൻ 5ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ 2ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. 2 തന്നെ ഈ പറയുന്ന പോലെ 100ൽ കൂടുതൽ വരാം. അപ്പോൾ നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും എന്ത് വരും? ഓപ്ഷൻ ഡി വരും, 200 വരും. ചെയ്തു പോലും നോക്കണ്ട അല്ലേ. അത് ടോട്ടൽ നമ്പർ ഓഫ് 5 കൗണ്ട് ചെയ്യുമ്പോൾ അത് തന്നെ 100ൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 2 എന്തായാലും 100ൽ കൂടുതലുണ്ടാവും. കാരണം വി ക്യാൻ സീ അതായത് 2ന്റെ ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾസ് അല്ലേ. 2ന്റെ മൾട്ടിപ്പിൾസ് പലതും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2ന്റെ അതുപോലെ തന്നെ 2ന്റെ സ്ക്വയർ വരുന്നുണ്ട്, 4ന്റെ സ്ക്വയർ വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ അതേ റേസ് ടു എ ഹ്യൂജ് വാല്യൂ, തീർച്ചയായിട്ടും അത്രയും നമ്പർ ഓഫ് 2s ഉണ്ടാവും അല്ലേ. അപ്പോൾ 2 തന്നെ 100ന് മുകളിലുണ്ട്, 5ഉം 100ന് മുകളിലുണ്ട്. സോ വി നോ ദാറ്റ് എ സിംഗിൾ പെയർ ഓഫ് 2 and 5 ക്രിയേറ്റ് എ 0. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ 2ന്റെയും 5ന്റെയും പെയേഴ്സ് 100ൽ കൂടുതൽ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, വിച്ച് ഇസ് 200. അത് ചെയ്തു പോലും നോക്കാതെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. On January 1st, 2023, a person saved ₹1. On January 2nd, 2023, he saved 2 more than the previous day. On January 3rd, 2023, he saved 2 more that on the previous day, and so on. At the end of which date was his total savings a perfect square as well as a perfect cube? അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആസ് വെൽ ആസ് എ പെർഫെക്റ്റ് ക്യൂബ് അല്ലേ. എന്താ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? what do you mean by perfect square? അതായത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ 4 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. കാരണം എന്താ? 4ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ, 4ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്? നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, 4ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എന്ത് തന്നെ കിട്ടുന്നത്? അതായത് 4ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എന്ത് തന്നെ കിട്ടുന്നത്? ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുന്നത്. ആൻഡ് ടേക്ക് ദി കേസ് ഓഫ് 16ന്റെ റൂട്ട് എടുത്ത് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു നാച്ചുറൽ നമ്പർ വിച്ച് ഇസ് 4. ടേക്ക് ദി കേസ് ഓഫ് 36ന്റെ ഒരു സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ വി ആർ ഗെറ്റിംഗ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഇസ് 6.
അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ 36, 4, 16 ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് 64ന്റെ ക്യൂബ് റൂട്ട് എത്ര വരും? അവരുടെ ക്യൂബ് റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 64ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 4 വരും അല്ലേ? 64ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 4 വരും. അതുപോലെ തന്നെ അഗെയിൻ അനദർ എക്സാമ്പിൾ 27 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 വരും. ഓക്കെ, 27ന്റെ ക്യൂബ് റൂട്ട് ഇറ്റ് ഇസ് 3. അപ്പോൾ പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂവിൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് വാല്യൂ. ഈ വാല്യൂവിൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്, പെർഫെക്റ്റ് ക്യൂബ് എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഓൺ January 1st, 2023 എ പേഴ്സൺ സേവ്ഡ് ₹1. ഓൺ January 2nd, 2023 he saved ₹2 more than on the previous day. On January 3rd, 2023 he saved 2 more than on the previous day and so on. At the end of which date was his total savings a perfect square as well as a perfect cube? അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഒരു പെർഫെക്റ്റ് ക്യൂബും വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെയായിരിക്കും ആ വാല്യൂസ് വരുന്നത്? ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഒരു പെർഫെക്റ്റ് ക്യൂബും വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഒരു പെർഫെക്റ്റ് ക്യൂബും വരുന്നത്. ഫോർ എക്സാമ്പിൾ ടേക്ക് ദി കേസ് ഓഫ് 64ന്റെ കേസ് നോക്കിക്കേ. 64 എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് 8 സ്ക്വയർ അല്ലേ? 8 ടൈംസ് ഇറ്റ് ഇസ് 64. 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ആണ്. അതുപോലെ തന്നെ വി നോ ദാറ്റ് 4 ക്യൂബ് ഇറ്റ് ഇസ് 64. അപ്പോൾ 64 എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയറും അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ക്യൂബും വരുന്ന ഒരു വാല്യൂ ആണ് അല്ലേ? ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ 64 കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും ഉള്ള നമ്പർ ഇറ്റ് ഇസ് 729. അത്രയും വലുതാണ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് 4096. അപ്പോൾ ഇത്രയും വലിയ നമ്പേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ മതി. അതായത് ഈ ഡേറ്റ് നോക്കിക്കാൻ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 7th, 8th, 9th, അതായത് January 1 തുടങ്ങുന്ന ആ സേവിങ്സ് ആണ്. അപ്പോൾ ഒരു 8 ദിവസമൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും 64 വരുന്നോ എന്ന് നോക്കിയാൽ മതി ടോട്ടൽ സമ്മ്. അതായത് ആദ്യം വരുന്ന പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും വരുന്ന വാല്യൂ 64 ആണ്. അപ്പോൾ ടോട്ടൽ സമ്മ് ഒരു പക്ഷേ 64 വരുമ്പോഴായിരിക്കാം, 64 വരുമായിരിക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 64 വരുവാണെങ്കിൽ ആ ഡേറ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ആദ്യത്തെ ദിവസം ആ മനുഷ്യൻ ₹1 സേവ് ചെയ്യുന്നു. അടുത്ത ദിവസം എത്ര സേവ് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ ₹2 അധികം സേവ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ദിവസം ₹3 സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എഗെയിൻ ₹2 അധികം സേവ് ചെയ്യുന്നു. അപ്പോൾ തേർഡ് ഡേ ഇറ്റ് ഇസ് 5. അപ്പോൾ ഫോർത്ത് ഡേ എത്ര വരും? 7. ഫിഫ്ത്ത് ഡേ എത്ര വരും? 9. സിക്സ്ത് ഡേ എത്ര വരും? 11. സെവൻത്ത് ഡേ എത്ര വരും? 13. എയ്ത്ത് ഡേ എത്ര വരും? 15. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് 9th വരെ ഉണ്ട്. 9th ഡേ എത്ര വരും? 17. നൺ ഓഫ് നോട്ട് പോസിബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7, 8, 9 അതായത് ഫസ്റ്റ് ഡേ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, 7th, 8th, 9th. അപ്പോൾ 9ാമത്തെ ദിവസം വരെയുള്ള സേവിങ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സം ആയിരിക്കും. അപ്പോൾ ഇവരുടെ സമ്മ് ഈ പറയുന്ന പോലെ ഒരു പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും വരുന്ന വാല്യൂ ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 അല്ലേ? 15 വരെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ സം ഇറ്റ് ഇസ് 64. 64 കിട്ടും. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഓൺ 8th January 2023 നമുക്ക് ഈ പറയുന്ന പോലെ അല്ലേ, അതായത് ഇവിടുന്ന് 15 വരെ നമ്മുടെ സം എത്രയാണ്? 64 ആണ്. അപ്പോൾ 64 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഒരു പെർഫെക്റ്റ് ക്യൂബുമാണ്. അപ്പോൾ 8th January 2023 ഈ പറയുന്ന പോലെ സേവിങ്സ് എന്തായി മാറുന്നത്? ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഒരു പെർഫെക്റ്റ് ക്യൂബും ആവുന്നത്. അതായത് ₹1 സേവ് ചെയ്യുന്നത് എപ്പോഴാണ്? 1st January. 2nd January, 3rd, 4th, 5th, 6th, 7th, 8th. അപ്പോൾ ആൻസർ 8th January 2023. ഓക്കെ.